ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടൈം ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മെല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ മെൽ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച കുറേ സംഭവബഹുലമായ കുറേ ആഴ്ചയായിരുന്നു. ട്രംപിന്റെ താരിഫ് ഡബിൾ അടിച്ച ദിവസം വീക്കായിരുന്നു നമുക്ക്. അപ്പൊ ഇന്ത്യയും ചൈനയുമായിട്ടും ഇന്ത്യ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും വീണ്ടും നല്ല രീതിയിൽ ബന്ധം, എക്കണോമിക്കൽ ബന്ധം കൂടുതൽ സ്ഥാപിക്കാൻ പോകുന്നു എന്നൊക്കെ വരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നു, റഷ്യൻ പ്രസിഡന്റ് പറയുന്നു. അപ്പൊ അങ്ങനെ പൊതുവെ മൊത്തത്തിലൊരു സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് LIC ആക്ട് ആയിട്ടുള്ളത്. ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടറിയാൻ പറ്റും, വ്യാഴാഴ്ച എക്സ്പയറിക്ക് LIC ഇൻഡെക്സിലെ സ്റ്റോക്കുകളെ വാരിക്കൂട്ടിയിട്ടാണ് എക്സ്പയറിയെ പ്ലസിലോട്ടും ഷോർട്ട് കവറിങ് മാരകമായി തരികയും ചെയ്തു. അതിനുശേഷം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിറ്റേ ദിവസം മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് വന്നില്ല. യൂഷ്വലി മാർക്കറ്റ് എന്ത് ചെയ്യും, ആ എക്സ്പയറി വന്ന മൂവ്മെന്റിനെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് തലേ ദിവസത്തെ എന്നാണോ നമ്മൾ നിഫ്റ്റി ലോ അടിച്ചത് വ്യാഴാഴ്ച, ആ ലോവർ ലെവലിന്റെ ഭാഗത്ത് തന്നെയാണ് നിഫ്റ്റി കൃത്യമായിട്ട് കൊണ്ട് ക്ലോസ് ചെയ്ത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ലോവർ ലെവലിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് നിഫ്റ്റി കൃത്യമായിട്ട് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. എക്സാക്ട്ലി ഫ്രൈഡേ വന്ന എത്രയാണോ ലോ, ആ ലോയുടെ അവിടെ തന്നെയാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നതും. അതേപോലെയാണ് ബാങ്ക് നിഫ്റ്റി. ഈവൻ ബാങ്ക് നിഫ്റ്റി ഞാൻ പറയുകയാണെങ്കിൽ ഫ്രൈഡേ ലോയും പൊട്ടിയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് നോക്കിയാലും ഫ്രൈഡേ ലോ പൊട്ടിയിട്ടാണ് മിഡ് ക്യാപ്പും ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒഴിച്ച് ബാക്കിയുള്ള ഇൻഡെക്സുകളെല്ലാം തേഴ്സ്ഡേയിൽ വന്ന ലോ എല്ലാം കട്ട് ചെയ്തിട്ടാണ് താഴേക്ക് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി മാത്രമേ ഉള്ളൂ അതിന് അടുപ്പിച്ചൊരു ചെറിയൊരു ക്ലോസിംഗ് കൃത്യമായി തന്നിരിക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് ഉൾപ്പെടുത്തി ആദ്യം ഡെയിലിയുള്ള വ്യൂ പറഞ്ഞതിന് ശേഷം വീക്കിലിയുടെ ഒരു വ്യൂവും കൂടെ പറഞ്ഞതിന് ശേഷമായിരിക്കും ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ആദ്യത്തെ 5 മണിക്കൂറാണ് വീക്കിലി IB എന്ന് പറയുന്നത്. അപ്പൊ ആ വീക്കിലി IB പ്രകാരമുള്ള ആദ്യത്തെ 5 മണിക്കൂറിന്റെ ഹൈ ഏകദേശം പറഞ്ഞാൽ 24,734.65 ആയിരുന്നു. നിഫ്റ്റി 24,736 വരെ ആ ദിവസം പോയതിനു ശേഷം അടിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും എൻഡിൽ ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്ക് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു, ഈ ആഴ്ച ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് കാണിക്കുന്നതിന് തുല്യമാണ്. അതുകൂടാതെ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,736 വീക്കിലി FI വന്നു. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു FI വന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. 24,956 രൂപ 50 പൈസയ്ക്ക് വന്നൊരു FI. സെയിം അതേപോലെ FI ഈ കഴിഞ്ഞ വീക്കിലും വന്നു. 24,736 ഭാഗത്ത് വീക്കിലി FI വന്നു. അത് പ്രകാരം ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ട് ക്ലോസ്. ഇപ്പം ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആകുമ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ്, ഫെയിൽഡ് ഓപ്ഷൻ വരുന്നു. ട്രെൻഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്രെൻഡ് ചേഞ്ച് എന്ന് പറയും. ഈ ട്രെൻഡ് ചേഞ്ച് ആണ് മാർക്കറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു താഴേക്ക് വരാനുള്ള ഒരു മൊമെന്റത്തിൽ തന്നെയാണ് മാർക്കറ്റ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുകളിലോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള എല്ലാ സ്ട്രെങ്ത് ഓരോ പ്രാവശ്യവും വീക്കിലി നോക്കുമ്പോൾ വീക്കിലിയുടെ ഹൈ 24,956 ആയിരുന്നു. ഈ പ്രാവശ്യം 24,736. കഴിഞ്ഞ വീക്കിനെക്കാട്ടി ലോ വെട്ടി ഈ വീക്കിലോ. നമ്മൾ വീക്കിലി ക്യാൻഡിൽ നിങ്ങൾ എടുക്കുകയും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും ആ ഒരു വീക്ക് ഓൺ വീക്ക് നിങ്ങൾ പുതിയ ഫ്രം ദിസ്, അതായത് കഴിഞ്ഞ എന്നാണോ 13 ജൂൺ തൊട്ട് 1, 2, 3, 4, 5, 6 വീക്കായിട്ട് നമ്മളെ മാർക്കറ്റ് അടിച്ചിറങ്ങി ഓരോ വീക്കിലും പുതിയ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. ചുരുക്കി പറഞ്ഞ ഒരു ട്രെൻഡിങ് ബേറിഷ് ഡൗൺ മാർക്കറ്റിലാണ് നമ്മൾ. ബേറിഷ് എന്ന് പറഞ്ഞാൽ ഡൗൺ ആണ്, ട്രെൻഡിങ് ബേറിഷിലേക്കാണ് നമ്മളെ മാർക്കറ്റ് നിൽക്കുന്നത്. ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ യൂഷ്വലി ആസ് പെർ ദ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഉള്ള അപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത് റിവേഴ്സ് ചെയ്യണം. പിറ്റേ വീക്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിന്റെ POCയുടെ ഭാഗത്തെ കഴിഞ്ഞ വീക്കിന്റെ POCയുടെ ഭാഗത്തെ കഴിഞ്ഞ ആഴ്ച വീക്ക് ഞാൻ പോകുന്നു പ്രതീക്ഷിച്ചു, നടന്നില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ വീക്കിന്റെ POC എന്ന് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ 24,000 നമ്മൾ വീക്കിലി നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും 24,850 കഴിഞ്ഞ വീക്കിന്റെ POC. ആ വീക്കിന്റെ POCയുടെ ഭാഗത്തേക്ക് പോയില്ല. അതിന് മുമ്പത്തെ ആഴ്ച വന്ന വീക്കിലി POC 25,049 ഭാഗത്തേക്കും പോയി. ചുരുക്കി പറഞ്ഞാൽ ഓരോ വീക്കിലും POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ തരാനാണ് നിഫ്റ്റി താഴേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദിസ് ഇസ് എ ബെയറിഷ് വീക്ക് ഫോർ മീ. ഈ ഒരു വീക്ക് ഈ ആഴ്ചയും കൂടെ നമ്മൾ, അതായത് നമ്മളെ സംബന്ധിച്ച് 2 സിനാരിയോ ഓപ്പൺ ആവും. എങ്ങനെയെന്ന് പറഞ്ഞാൽ
ഈ ഒരു ആഴ്ച 24,400 മുകളിൽ നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഈ വീക്കിന്റെ POC 24,625 ഭാഗത്തേക്ക് ഒരു പോസിബിൾ ആയ ഒരു മൂവ്മെന്റ് തരാൻ ചാൻസ് ഉണ്ട്. അതില്ല, ഇവൻ ഈ POCയുടെ ഭാഗത്തേക്ക് തന്നിട്ടില്ല എങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇനിയും ഡൗൺവേർഡ് സ്ട്രക്ചറിലേക്ക് മാർക്കറ്റ് പോകാനും ആ മാർക്കറ്റ് 24,000 എന്ന് പറഞ്ഞ ആ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റിയെ കൊണ്ടുവരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അതാണ് ഞാൻ നിഫ്റ്റി 24,000 വരുമോ എന്ന് പറഞ്ഞ ക്യാപ്ഷൻ വെച്ചതിൽ ഉൾപ്പെടുത്തുകയും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ 24,400 മുകളിൽ നമ്മൾ ഈ വീക്കിനെ സസ്റ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ വീക്കിന്റെ ഇന്നലെ കഴിഞ്ഞുപോയ വീക്കിന്റെ POC ആയി 24,625 ഭാഗത്തേക്ക് നിഫ്റ്റിക്ക് ഒരു മീൻ റിവേഴ്സൽ തരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പോസിബിലിറ്റി ഓഫ് മൂവിങ് അത് ആ ഒരു കാര്യം അവിടെ കൃത്യമായി നടക്കും. സെക്കൻഡറി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ആ 24,625 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്? ഈ 24,850 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വീക്കിന് ഈ 24,400 എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു ലക്ഷ്മണ രേഖയാണ്. അത് മാർക്കറ്റ് കൃത്യമായ രീതിയിൽ അത് പൊട്ടുകയാണെങ്കിൽ ഒരു ഹെവി സെല്ലിങ് താഴേക്ക് വന്ന് വീണ്ടും മാർക്കറ്റിനെ എത്ര വരെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്? 24,000 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ കഴിഞ്ഞ നമ്മൾ നോക്കിയ മെയ് 5th വന്ന ഒരു ബിഗ്ഗസ്റ്റ് ഒരു മൂവ്മെന്റ് വന്ന ആ ഏരിയ അറിയാം. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ അടി തുടങ്ങിയ സമയത്തോടെ അടിച്ചിറങ്ങിയ ലോവർ സ്ട്രക്ചറിന്റെ ഭാഗമായ 24,048 ഭാഗത്തേക്ക് നിഫ്റ്റിയെ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം പോസിബിൾ ആണ്. ഇല്ലെങ്കിൽ സെക്കൻഡ് സിനാരിയോ എന്ത് ചെയ്യണം? 24,400 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് കയറി 24,625 ഭാഗത്തേക്ക് പോകണം. അതിന് മുകളിൽ 24,850 പൊട്ടുകയാണെങ്കിൽ തിരിച്ചു പോവുകയാണെങ്കിൽ പറയാം ഈ ഒരു ബെയറിഷ് ടെൻഡൻസി മാർക്കറ്റിൽ ഔട്ടായി മാർക്കറ്റ് വീണ്ടും ഒരു ന്യൂട്രൽ മൂവിലോട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ടു ബുള്ളിഷ് മൂവിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്ന് നമുക്ക് പറയാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ മിഡ് ക്യാപ് നിഫ്റ്റി നോക്കിയാൽ മിഡ് ക്യാപ് നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ച ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. പക്ഷെ ഈ ആഴ്ച ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആണ്. മിഡ് ക്യാപ് നിഫ്റ്റി ന്യൂട്രൽ എസ്റ്റീം ഡൗൺ വീക്ക് ആണ്. അത് പ്രകാരം POC നിൽക്കുന്ന 12,635 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ഇപ്പം നിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റി സംബന്ധിച്ച് എന്ത് ചാൻസ് ഉണ്ട്? 12,600 അല്ല 550 ഇന്നത്തെ ഈ വീക്കിൽ ഇന്നലെ കഴിഞ്ഞുപോയ വീക്കിന്റെ ലോ പൊട്ടുകയാണെങ്കിൽ ഈ ട്രെൻഡ് വീണ്ടും ഒരു കണ്ടിന്യൂഷൻ തരാനും മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു വീക്കിലി ബേസിസ് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പഴയ ലെവലായ മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി അടുത്തൊരു ഒരു സപ്പോർട്ട് സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ വീക്കിലി POC പണ്ട് വന്ന എന്നത്തെ POC ഈ മെയ് 5th വന്ന ആ ഒരു POC ആയ 12,182 ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ തരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് 12,500 എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ഏരിയ വളരെ ഇമ്പോർട്ടന്റ് 12,500. ഈ 12,500 മിഡ് ക്യാപ് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി എങ്ങോട്ട് വരെ വരും? ഈ 12,182 എന്ന് പറഞ്ഞ ഈ ഒരു POC മെയ് 5th POCയുടെ ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം വീക്കിലി വ്യൂ ആണ്, ഡെയിലി വ്യൂ അല്ല, വീക്കിലി വ്യൂ ആണ്. ഇനി അടുത്ത പറയാൻ പോകണം നമ്മളെ നിഫ്റ്റി, നമ്മളെ തൊമ്മൽ ആയ ബാങ്ക് നിഫ്റ്റി ഒരു ക്ലസ്റ്റർ ആണ്. ഈ പറഞ്ഞ മെയ് 5th ഈ കൃത്യമായി പറഞ്ഞ ഈ ഒരു 54,500 ഭാഗത്തു നിന്ന് തുടങ്ങിയ ജേണി ഏകദേശം പറഞ്ഞാൽ 57,500 വരെ പോയതിനു ശേഷം അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന പോലെ ഇറങ്ങുന്ന പോലെ താഴേക്ക് ഇറങ്ങിയത്. അപ്പം അവനെ സംബന്ധിച്ച് മിഡ് ക്യാപ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 54,825 ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടാണ് സ്പോട്ടിൽ. അത് പൊട്ടുകയാണെങ്കിൽ ഈ POC 54,500 ഭാഗത്തേക്ക് വരാം. 54,500 ആവും പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഫോളോ വരാനും ആ ഫോളോ ഈ ഒരു POC ആയ 15th ഏപ്രിലിലെ POC കിടിലം ട്രെൻഡിങ് അപ്പ് വന്ന ആ 15th ഏപ്രിലിലെ വീക്കിന്റെ POC ആയ 52,700 ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ 52,775 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ച് ഉണ്ട്. കൃത്യമായി പറഞ്ഞെങ്കിൽ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 52,772 നിങ്ങൾ കാണുന്നുള്ളത് കൃത്യം അറിയാം, നിങ്ങൾക്ക് അറിയാൻ പറ്റും. 52,772 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 54,500 54,200 വളരെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ 54,500 200 പൊട്ടുകയാണെങ്കിൽ മാത്രമേ 53,562 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ ഈ POC ആയ 52,772 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഇതാണ് വീക്കിലി വ്യൂ ആണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞുപോയ വീക്കിൽ POC വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. സോ ആ POC 55,405 ഭാഗത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്ന് പറയാൻ പറ്റില്ല.
ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ മൺഡേ ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ മൺഡേയുടെ പ്രൊഫൈൽ. ഇപ്പം മൺഡേയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഹൈ ഇതാണ്, ആ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കാണ് കഴിഞ്ഞ വീക്ക് വന്നത്. ഏറ്റവും ലോവർ ലെവലിൽ ക്രോസ് ചെയ്യും. അവനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി 55,080 മുകളിൽ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ തിരിച്ച് ഈ പി ഒ സി ആയ 55,405 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അവൻ ഈ പി ഒ സി ആയ 56,177 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ മാർക്കറ്റ് എപ്പോഴും മീൻ റിവേർഷൻ ചെയ്തുകൊണ്ട് മാത്രമേ മാർക്കറ്റിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻ റിവേർഷൻ എന്ന് പറയുമ്പോൾ വിർജിൻ പി ഒ സിന്റെ ഭാഗത്ത് കറങ്ങുക, ആ പി ഒ സികൾ ടച്ച് ചെയ്ത് പോകാനുള്ള ചാൻസ് ആയിരിക്കും കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ ഇപ്പൊ നടക്കുന്ന ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,000 ഭാഗത്തും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 12,500, നിഫ്റ്റിയെ സംബന്ധിച്ച് 24,400 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചത്തെ പി ഒ സി ആയ 24,625 ഭാഗത്തും ബാങ്ക് നിഫ്റ്റിയിൽ 55,405 ഭാഗത്തും മിഡ് ക്യാപ്പിനാണെങ്കിൽ 12,635 അതിന് മുകളിൽ 12,800 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി എങ്ങോട്ട് വരും? 12,180 ഭാഗത്തും ബാങ്ക് നിഫ്റ്റി 54,500 54,200. അത് പൊട്ടുകയാണെങ്കിൽ 52,770 ഭാഗത്തും. നിഫ്റ്റിയെ സംബന്ധിച്ച് 24,058 എന്ന് പറഞ്ഞാൽ നമ്മുടെ 5th മെയ്യുടെ വീക്ക് ഉണ്ടല്ലോ, ആ വീക്ക് ഈ ഒരു വീക്ക് ഉണ്ടല്ലോ, ഈ വീക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ 24,048 174 ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതൊരു വീക്കിലി വ്യൂ ആണ്. ഇത് നമുക്ക് വീക്കിലി വ്യൂ ഞാൻ ഇത് പറഞ്ഞു എന്ന് വെച്ച് നാളെ നിങ്ങൾ താടിക്കറി ഓപ്പൺ തന്നെ പൊട്ടെടുത്തിട്ട് വെറുതെ പണി വാങ്ങിച്ച് പിടിക്കല്ലേ. സോ അതുകൊണ്ട് വ്യക്തമായിട്ട് ഇത് വീക്കിലി വ്യൂ ആണ്. മാർക്കറ്റ് ഈ പറഞ്ഞ ലെവലിനെ താഴെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വീക്ക് ഓൺ വീക്കിൽ, അതായത് നമ്മൾ പറയുക പൊസിഷണൽ വ്യൂസ് എടുക്കാം. നിങ്ങൾക്കൊരു കോൾ ഷോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുട്ട് ഷോർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ഒരു വ്യൂ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും കാലം നിഫ്റ്റി, ഇപ്പം നിഫ്റ്റി ഇന്നലെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. സോ 24,380 തൊട്ട് 24,300 നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 24,380 തൊട്ട് കൃത്യമായി പറഞ്ഞു വന്നാൽ 24,380 തൊട്ട് 82 തൊട്ട് 24,337 വരെ നിഫ്റ്റി ഒരു സ്പൈക്ക് ആണ് തന്നത്. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ 50 പോയിന്റ് ഉണ്ട്. 383 തൊട്ട് 337 എന്ന് പറയുമ്പോൾ ഏകദേശം പറഞ്ഞാൽ 43 പോയിന്റോളം. എത്രയാണ് അപ്പം നോക്കാം, നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് നോക്കാം എത്രയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 24,383 തൊട്ട് 24,337 എന്ന് പറയുമ്പോൾ ഏകദേശം പറഞ്ഞാൽ ഒരു 46 പോയിന്റോളം സ്പൈക്കിനാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മുടെ നിഫ്റ്റിയുടെ പി ഒ സി എന്ന് പറഞ്ഞാൽ ആ പി ഒ സിക്ക് ഒരു മൂവ്, പി ഒ സിയും ഇന്നലത്തെ പി ഒ സി മെനിങ്ങാന്ത പി ഒ സി ഏകദം ക്ലിയർ ആയി നിൽക്കുകയാണ്. സോ അവ രണ്ടും ഒരേ ലെവലിൽ നിൽക്കുകയാണ്. സോ പി ഒ സിക്ക് ഒരു മാറ്റമില്ല. നിങ്ങൾ തിരിച്ചൊക്കെ അറിയാം 24,439.63 24,439. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു 24,440 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു റിവേഴ്സ് റാലിക്ക് ഞാൻ കൃത്യമായി ഡെയിലി ബേസിസിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 24,439.63 ആണ് നിഫ്റ്റിയുടെ പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തേക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പി ഒ സി പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. 24,439 പെർ ഞാനൊന്ന് മാറ്റി 24,400 ആക്കി. ക്ലിയർ ആവുന്നില്ല. 24,400 ആണ് ആ പി ഒ സി. ഇതിന് മോളിൽ 24,400 ആണ് പി ഒ സി. ഈ പി ഒ സിക്ക് മുകളിൽ മാത്രമേ നിഫ്റ്റിയെ കുറിച്ച് എന്താണ് ഒരു ബിഗ്ഗസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. അപ്പൊ ക്ലിയർ ആവുന്നല്ലോ. ഇനി ബിയറിഷ് റെഫറൻസ് താഴേക്ക് മാറി 24,400 ആണ് നിഫ്റ്റിയുടെ പി ഒ സി. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഒരു ബിയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്ന് വന്ന ലോ അഥവാ 24,330ക്ക് താഴെ മാത്രമേ ഇന്നലെ വന്ന ലോ ആണ്. 24,330 താഴെ മാത്രമേ നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. 24,330ക്ക് താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. ആ സെല്ലിങ് നിഫ്റ്റിയിൽ എങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ലോ, ഈ ഒരു ബാലൻസ് വന്നാൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏരിയ കടന്നാൽ 24,000 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ 24,262 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 24,262 ആണ്. 24,262 24,262 ഭാഗത്തേക്ക് വരാം. S1 എന്ന് പറഞ്ഞാൽ ആ ഭാഗമായിരിക്കും. അതിന് താഴെ നടക്കുന്നെങ്കിൽ അടുത്തത് വരുന്നത് 24, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് 24,175 ഈ ഒരു പി ഒ സി. ഏത് ദിവസത്തെ പി ഒ സി ആണ്? 21st ഏപ്രിലിലെ പി ഒ സി ആയ
24,175 ഭാഗത്തേക്ക്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 24,175 24,175 ഭാഗത്തേക്കും നിഫ്റ്റി സെക്കൻഡ് ടാർഗറ്റ് 24,175 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു ഡൗൺവേർഡ് എൻ്റെ ഒരു റെഫറൻസ് ആയ ഒരു ലെവല്. ഇനി നമുക്കൊരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ബൈ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഒരു ബൈ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബൈ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത് ആ ഒരു ലെവൽ തെറ്റിപ്പോയതാണ്. ആ ഒരു ഭാഗത്ത് സെയിം തന്നെ, സെയിം കറക്റ്റ് തന്നെ 274 ആ ഭാഗത്തിന് വരും. ഇനി ഒരു അപ്വേർഡ് ജേർണി എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ബൈ, അതായത് 24,5 ഇന്നലത്തെ ഹൈ ആയ 24,590 അഥവാ ഇന്നലെ വന്ന ഹൈ ഉണ്ടല്ലോ നിഫ്റ്റിക്ക് 24,585 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. എത്രയാണ്? 24,585 മുകളിൽ ഇന്നലത്തെ ഫ്രൈഡേ ഹൈക്ക് മുകളിൽ ഒരു ബൈയിങ് നിഫ്റ്റിയിൽ സാധ്യമായിരിക്കും 585 മുകളിൽ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇന്നലെ വന്ന ഹൈ, അതായത് ഇന്നലെ സ്പൈക്കിന്റെ ഹൈ ആയി 24,635 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. സോ R1 എന്ന് പറഞ്ഞാൽ 24,635 ഭാഗത്തേക്ക് വരാം കൃത്യമായി പറയുകയാണെങ്കിൽ. അതിന് മുകളിൽ വ്യക്തമായി നോക്കുകയാണെങ്കിൽ 24,552 24 ഇന്നലെ സ്പൈക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ 24ന്റെ 543 24,634 ആണ് സ്പൈക്ക്. സോ 24,634 മൈനസ് 24,543 91 പോയിന്റ് പ്ലസ് 24,634 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് 24,725 ഭാഗത്തേക്കും വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 24,725 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. ചുരുക്കി പറഞ്ഞാൽ അപ്വേർഡ് ജേർണി എന്ന് പറയുമ്പോൾ 24,585 പറഞ്ഞാൽ ഫ്രൈഡേ ഹൈക്ക് മുകളിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 24,635 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ 24,725 ഭാഗത്തേക്കും പോകാം. ഇല്ല ബെയറിഷും നമ്മൾ 24,330 താഴെയാണ് നമുക്ക് ബെയറിഷ് സ്പോട്ടിൽ വരുന്നത്. അത് 24,262 അതിന് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 24,175 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ സ്പോട്ടിന്റെ ലെവൽസ്. സോ ആദ്യം പറഞ്ഞത് വീക്ക്ലി വ്യൂ ആണ്, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൺഡേയിലേക്ക് വേണ്ടിയിട്ടുള്ള വ്യൂ ആണ്. ഇനി നമുക്ക് അടുത്തത് മിഡ് ക്യാപ്പ് നിഫ്റ്റി. മിഡ് ക്യാപ്പ് നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പ് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. കൃത്യമായി പറയുകയാണെങ്കിൽ POCക്ക് ഒന്നും ഒരു മാറ്റമില്ല. ഇന്നലത്തെ ലോവർ സ്ട്രക്ചറിന് ഫ്രൈഡേയിലും തേഴ്സ്ഡേയിലും വന്ന ലോയും പൊട്ടിയാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ POC വന്നിരിക്കുന്നത് 12,614 ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ ആ POC ഒന്ന് മാറ്റി വയ്ക്കാം. 12,614 ഭാഗത്താണ് നമ്മുടെ മിഡ് ക്യാപ്പിന്റെ POC വന്നിരിക്കുന്നത്. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പ് നിഫ്റ്റി അപേക്ഷിച്ച് നോക്കാം. മിഡ് ക്യാപ്പ് നിഫ്റ്റി എന്നെ സംബന്ധിച്ച് മിഡ് ക്യാപ്പിന് ഇനി ബെയറിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇനി ഒരു 465 താഴെ മാത്രമേ ഞാൻ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് എടുക്കുള്ളൂ. അപ്പോൾ എൻ്റെ ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് മാറി? 12,465 ഭാഗത്തേക്ക് മാറി. അതിന് താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ മാർക്കറ്റ് തിരിച്ച് ഇന്നലത്തെ POC ഇന്നത്തെ ലോവർ സ്ട്രക്ചറിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ POC ഇന്നലെ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ലോവർ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ തിരിച്ച് ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സൺ തരാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. സോ 12,465 താഴെ മാത്രമേ ഞാൻ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ട് പോകുന്ന ലെവൽ നമുക്ക് നോക്കണമല്ലോ. 12,465 പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഈ ഏരിയ. ഇത് പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,400 ഭാഗത്തേക്ക് വരാം. അപ്പൊ S1 എന്ന് പറഞ്ഞാൽ 12,400 ഭാഗത്തേക്ക് വരാം. 12,400 ഭാഗത്തേക്ക് വരാം S1 എന്ന് പറഞ്ഞാൽ. അതിന് അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ അടുത്ത വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡറി ലെവൽ എന്ന് പറയുമ്പോൾ 12,331 ഭാഗത്തേക്ക് വരാം. S2 എന്ന് പറഞ്ഞാൽ 12,331 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 12,465 മിഡ് ക്യാപ്പ് പൊട്ടുകയാണെങ്കിൽ 12,400 12,331 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇല്ല തിരിച്ച് 12,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സൺ തരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പ് നിഫ്റ്റിക്ക് പോസിബിൾ ആയിരിക്കും. ഇനി ബൈ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ എൻ്റെ ബൈ എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ബൈ എടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഒരു 12,685 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് റഫറൻസ് ഉള്ളൂ. എത്രയാണ്? 12,685 മുകളിൽ മാത്രമേ ഞാനൊരു മിഡ് ക്യാപ്പിൽ ഒരു ബുള്ളിഷ് റഫറൻസ് എടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ഒരു ഹൈ ആയ 12,750 ഭാഗത്തേക്ക് വരാം. ഒരു 12,750 ഭാഗത്തേക്ക് വരും. 12,750 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുമ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 12,689 12,751. സോ 12,000
751 മൈനസ് 12,689 പ്ലസ് 12,750 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,813 ഭാഗത്തേക്ക് വരും. അത് സ്പൈക്ക് റൂൾ പ്രകാരമുള്ള ട്രേഡ് സെറ്റപ്പ് ആണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,813 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 12,813 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ് നിഫ്റ്റിക്ക് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ് നിഫ്റ്റി അപ്പോർഡ് ജേണി എന്ന് പറയുമ്പോൾ 12,685 സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12,750 12,813 ഭാഗത്തേക്ക് പോവാം. ഇല്ല 12,465 പൊട്ടുകയാണെങ്കിൽ 12,400 12,331 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി അടുത്ത വരാൻ പോകുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ഹെവി സെല്ലിങ് വന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ബെയറിഷ് ഓപ്ഷൻസ് പൊട്ടിയാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. പക്ഷേ ടാർഗറ്റും തരാനുള്ള സമയം കിട്ടില്ല. കാരണം മാർക്കറ്റ് പ്യൂർ നോർമൽ ഡേ സ്ട്രക്ചർ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ POC ഏകദേശം ഒരേപോലെ നിഫ്റ്റി കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന പോലെ സെയിം POC ആണ്. 55,194 ഭാഗത്തൊക്കെയാണ്. 55,195 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. 55,195 ഭാഗത്തേക്ക് POC ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് സ്പൈക്ക് ലോ അഥവാ 54,895 അല്ലെങ്കിൽ 890 ഇതിനെ സംബന്ധിച്ചുള്ള ബെയറിഷ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 54,890 താഴെ മാത്രമേ ഉള്ളൂ. 54,890 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സെല്ലിംഗ് വരാം. അപ്പോൾ ആ സെല്ലിംഗ് എങ്ങോട്ട് പോകുന്നു? കാരണം നമ്മൾ പഴയ പ്രൊഫൈലിന്റെ ഭാഗത്തേക്കാണ് മാർക്കറ്റിൽ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അത് മാർക്ക് ചെയ്ത് ഇങ്ങനെ വയ്ക്കണം. ഞാൻ ഇതിനെ വരച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് എത്ര ദിവസം മുമ്പുള്ള പ്രൊഫൈലാണ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊഫൈൽ, കാരണം മാറിയിട്ടില്ലല്ലോ മാർക്കറ്റ്. സോ 54,895 ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞാൽ ഇങ്ങനെ എത്തിയിട്ടില്ല ഇതുവരെ, ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഈ ഒരു റേഞ്ചിന്റെ ഭാഗം ഏതാണ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ 23rd മെയിൻ്റെ ഏരിയയൊക്കെ ഭാഗം. അപ്പോൾ 54,895 താഴെ നിഫ്റ്റി തരും. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ POC ആയ 22 മെയിയുടെ POC ആയ 12,773 ഭാഗത്തേക്ക് പോകും. 12,773 ഫസ്റ്റ് ടാർഗറ്റ്. 54,773 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അതായിരിക്കും ഫസ്റ്റ് ആ ഈ POC പൊട്ടാം. ആ POCക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ 52,580 ഭാഗത്തേക്ക് വരും. എത്രയാണ്? 52. സെക്കൻഡ് ആയത് 54,580 54,580 ഭാഗത്തേക്ക് വരാനും അതായിരിക്കും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള സെക്കൻഡറി ഒരു ലെവൽ വരുന്നത്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോവാം? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പഴയ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക് പോവാം. ആ ലെവൽ എന്ന് പറയുമ്പോൾ 54,000 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 54,317 പറഞ്ഞ് 54,340 ഭാഗത്തേക്ക് പോയി. S3 എന്ന് പറയുന്നത് 54,340 ഭാഗത്തേക്ക് വരാം. S3 അത് ഞാൻ X3 ഞാൻ മാർക്ക് ചെയ്യണം. S3 എന്ന് പറയുമ്പോൾ 54,340 54,340 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 54,890 പൊട്ടിയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 54,773 54,580 54,340 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബൈയിങ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 55,405 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. അപ്പോൾ ബുള്ളിഷ് അപ്രോച്ച് ഞാനൊന്ന് മാറ്റി 55,405 മുകളിലാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് അപ്രോച്ച്. ക്ലിയർ ആവുന്നല്ലോ? അങ്ങനെയാണെങ്കിൽ അവ എങ്ങോട്ട് പോകും? ഇന്നലത്തെ ഹൈ ആയ 55,627 ഭാഗത്തേക്ക് ഫസ്റ്റ് ആയെന്ന് പറയുമ്പോൾ 55,627 ഭാഗത്തേക്ക് പോവാം. ക്ലിയർ ആയി? അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകും? 54,000 55,366 55,615. സോ 55,615 മൈനസ് 55,366 എന്ന് പറയുമ്പോൾ പ്ലസ് 55,616. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,864 ഭാഗത്ത്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,864 ഭാഗത്തേക്ക്, അത് സ്പൈക്ക് റൂൾ പ്രകാരമുള്ള സെറ്റപ്പ് ആണ്. ആ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട്? സോ ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്താണ് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തുവാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ 55,405 മുകളിൽ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആയിരിക്കും. 55,627 55,864 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ഇനിയൊരു അറിയിപ്പുണ്ട്. എൻ്റെ ഒരു പുതിയൊരു മെന്ററിംഗ് ബാച്ച് ഈ വരുന്ന സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിന് ആരൊക്കെയാണ് ചേരാൻ പോകുന്നത്? അതൊരു വലിയ ബാച്ച് ആയിരിക്കും. അതിൽ ആരൊക്കെയാണ് ചേരാൻ പോകുന്നതെന്നൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ തമ്പനയിൽ ഞാൻ കാണിച്ച നമ്പറിൽ എന്നെ ബന്ധപ്പെടുക. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക.
Take care and happy weekend to all of you.